ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിവെച്ച ചുരിദാറില്ലേ, അതിന്റെ സ്റ്റിച്ചിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഈ കഴുത്തിന്റെ ബാക്കിൽ വെച്ച് തയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റിപ്പ് ഒട്ടിച്ച പീസ് ആദ്യം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പീസിനെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കുക. അപ്പോൾ ആ മടക്കിൻ്റെ ആ നടുക്കുള്ള ലൈൻ, ആ കറക്റ്റ് സെൻറ്ററിലുള്ള ലൈനും ഈ ചുരിദാറിൻ്റെ പീസിൻ്റെ അത് രണ്ടായിട്ട് മടക്കി ആ സെൻറ്ററിലുള്ള ലൈനും ഒരേപോലെ വരണം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ 2-3 പിൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ആ പ്ലേസ് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു 4 ഇഞ്ച് ഡിസ്റ്റൻസിൽ സ്റ്റിച്ച് ചെയ്ത് വരിക. ജസ്റ്റ് കെട്ടിട്ട് തുടങ്ങാം. ഇവിടെ കുത്തി നിർത്തരുത്, റൗണ്ട് സ്റ്റിച്ചാണ്. ആ സ്റ്റിച്ചിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ആ മുട്ട സൂചി ഊരി മാറ്റി കൊടുക്കുക. ഇങ്ങനെ വളച്ച് കൊടുക്കുക. ആ നെക്ക് റൗണ്ട് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. 4 ഇഞ്ച് എല്ലായിടവും 4 ഇഞ്ച് ഡിസ്റ്റൻസ് ആയിരിക്കണം. കണ്ട, ഇങ്ങനെ തയ്ക്കുക. എന്നിട്ട് ഈ ചുറ്റുമുള്ളത് വെട്ടിക്കളയുക. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ചരിച്ചൊന്ന് വെട്ടി കൊടുക്കുക. നമുക്ക് ആ കഴുത്തിൻ്റെ റൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ ആ തയ്യലിൽ വെട്ട് കൊള്ളരുത്. ആ തയ്യലിൽ വെട്ട് കൊള്ളാതെ എൻ്റെ പറ്റ വരെ എത്തി നിർത്തണം. അതിൻ്റെ കത്രിക ഇങ്ങനെ നന്നായിട്ട് തുറന്നിട്ട് ഇങ്ങനെ വെട്ടിയാൽ മതി. തയ്യലിൽ വെട്ട് കൊള്ളരുതുണ്ട്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ ഈ വെച്ചടിച്ച പീസിൻ്റെ മേളിൽ കൂടെ നൈസായിട്ടൊരു സ്റ്റിച്ചിങ്ങിന് അതിൻ്റെ അരികെ കൂടെ വെച്ചടിച്ച പീസിൻ്റെ അരികെ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അതിൻ്റെ ഏറ്റവും അരികെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ആ ബാക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നെക്ക് തയ്ച്ച് അവരിങ്ങനെ ജോയിൻ്റ് ചെയ്തേക്കുന്ന പീസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും ഇതേപോലെ ഇങ്ങനെ ബാക്കിലേക്ക് ഒന്ന് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുറകിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഇങ്ങനെ രണ്ടോടെ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുക. അങ്ങനെ വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ 4 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ വിട്ടേക്കുന്ന 1/2 ഇഞ്ച്. അപ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് കെട്ടിട്ടെടുക്കാം. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഷോൾഡറിൽ. നമ്മൾ 2 ഷോൾഡറും 2 സ്റ്റിച്ചിട്ട് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ നമുക്ക് ഇതുപോലത്തെ പാറ്റേൺ ചെയ്യണം. പിന്നെ അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് ചെയ്യാനായിട്ട് നമ്മളിതേ ഇതുപോലെ 4 ഇഞ്ച് വീതിയിൽ വെട്ടി വെച്ചിരിക്കുന്ന തുണിയെ ഇതിങ്ങനെ കറക്റ്റ് 2ആയിട്ട് മടക്കി കൊടുക്കുക. നല്ല വശം വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതേപോലെ ഒരു പീസ് ഞാൻ ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് അതിൻ്റെ അരികിലൂടെ ഒരു ഏറ്റ അരികിൽ കൂടെ അതിനകത്ത് നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. കൈയുടെ നടുക്കത്തെ ഏരിയ, അതായത് ഇതാണ് നമ്മുടെ കൈയുടെ ഏറ്റവും നടുക്കത്തെ പോയിന്റ് ആദ്യം മാർക്ക് ചെയ്ത് വയ്ക്കണം. ആദ്യം ചെയ്യേണ്ടത് ഈ കൈയുടെ നടുക്കത്തെ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നല്ല വശം വരുന്നത് ഇതാണല്ലോ. ഇവിടെ നമ്മൾ ആ നടുക്കത്തെ ലൈൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട്. നമ്മൾ ഈ പീസ് ഇങ്ങനെ തയ്യലിട്ടിട്ട് ഇത് മാറ്റി വയ്ക്കുക. കൈ ഇങ്ങനെ അടയാളപ്പെടുത്തി ആ നടുക്കത്തെ പോയിൻ്റ് അടയാളപ്പെടുത്തി അത് മാറ്റി വയ്ക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബെൽറ്റ് പീസിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പീസ് എടുക്കുക. ഈ പീസിന് വേണ്ടി വെട്ടി വെച്ചിരിക്കുന്നതാണ് ഇത്. ഈ പീസ് എടുത്തിട്ട് ഇതിന് നമ്മൾ ഈ തുണിയുടെ 2 വശവും ഇങ്ങനെ 4 ഇഞ്ച് നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ കറക്റ്റ് 2 മടക്കാക്കി എടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തയ്യലിടാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ആക്കിയെടുത്താൽ അല്ലെങ്കിൽ കുറേ തയ്യൽ ഇങ്ങനെ കാണുകയും ഇതാകുമ്പോൾ ഒറ്റ തയ്യലേ വരുള്ളൂ. അപ്പോഴതാ ഭംഗി. ഇങ്ങനെ ഏറ്റവും അരികെ കൂടെ ഒരു തയ്യൽ
വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഭംഗി കാണത്തില്ല. ഒരേപോലെ ഇരിക്കണം. ഇങ്ങനെ തയ്ക്കുക. എന്താ സ്ട്രൈറ്റ് ഒരു തയ്യൽ വരിക. അതേപോലെ ഇപ്പുറത്തെ എൻഡിലും ഇട്ട് കൊടുക്കുക ഒരു തയ്യൽ. ഏറ്റവും പറ്റേക്ക് ഇട്ട് കൊടുക്കുക. തയ്ച്ചെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് കയ്യിൽ പിടിപ്പിക്കാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇത്ര വേണ്ട, ഇത് 2 കൈയിലേക്കും കൂടെയാണ്. ഇതിൻ്റെ കറക്റ്റ് പകുതി നമുക്ക് മുറിച്ചെടുക്കാം. 2ആയിട്ട് മുറിച്ചെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി ഇതേ ഈ പീസ് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈയേക്കാളും കൂടുതലായിട്ട് നമ്മളെപ്പോഴും അധികം എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് തയ്ച്ചു പോവുക. എന്നിട്ട് ദേ ഇവിടെ എത്തുമ്പോൾ ഈ നടുക്കത്തെ ഇതിൽ ഇപ്പം ഇതിൻ്റെ നടുഭാഗം ഇല്ലേ, ഇതിനെങ്ങനെ 2ആയിട്ട് മടക്കിയ ആ മടക്ക് വരുന്ന ആ വരയില്ലേ, ആ വരയെ ഈ വരയിൽ കൊണ്ട് മുട്ടിച്ച് വയ്ക്കുക. നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ഈ വരയിൽ അങ്ങനെ മുട്ടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതെ ഇങ്ങോട്ട് കയറ്റി ഇതേ ഇവിടെ കൊണ്ടുവന്നൊരു പിന്ന് കുത്തി വെച്ചേക്കാം. അത് നീങ്ങിപ്പോകത്തില്ല. എന്നിട്ട് നമുക്കതേ ഇതിങ്ങനെ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് ഈ തയ്യലിൻ്റെ മേളിൽ വരണം നമ്മൾ ഇടുന്ന തയ്യൽ, അല്ലെങ്കിൽ ഈ തയ്യൽ കാണും. ഇതിങ്ങനെ നമ്മൾ ഈ ബെൽറ്റ് ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദേ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. അതായത് ദേ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കാനാണ്. ഇങ്ങനെ ഒന്ന് ചരിച്ച് മടക്കുക. പിന്നെ അവിടുന്ന് ഓപ്പോസിറ്റ് ഇതേ കൂട്ട് ഇങ്ങനെ ചരിച്ച് മടക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ 2 സൈഡിലും ചരിവ് ഈക്വൽ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ അതൊന്നും ആവുന്നവരെ ഇങ്ങനെ ചരിച്ചതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഒരു ബട്ടൺസ് വെച്ച് അങ്ങ് തയ്ച്ചു കൊടുക്കുക. ഇവിടെ ഇതിങ്ങനെ തന്നെ നിൽക്കണം. ഇവിടെയും തയ്യലിടരുത്. ഇതിങ്ങനെ തന്നെ നിൽക്കണം. നമുക്ക് ഈ എക്സ്ട്രാസ് വരുന്നത് വെട്ടിക്കളയുക. ഇവിടെ ഒരു ഇങ്ങനെ ട്രയാങ്കിൾ ആക്കി കൊടുക്കുക. ഇവിടെ ഒരു ബട്ടൺ വെച്ച് തയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു തയ്യൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു തയ്യൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ എക്സ്ട്രാ വരുന്നത് ഇങ്ങനെ അങ്ങ് വെട്ടിക്കളയുക. അതേപോലെ ഈ സൈഡും ചെയ്യുക. അതായത് അത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അതിനവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് വെട്ടിക്കളയുക. എന്നിട്ട് ഇതിനിപ്പോൾ ഇങ്ങനെ നമ്മളെ കൈ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ബെൽറ്റ് ആവും. നമുക്ക് ഉടുപ്പിനകത്തേക്ക് കൈ പിടിപ്പിക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൈ പിടിപ്പിക്കലാണ്. അതിന് നമ്മൾ നല്ല വശം ഇങ്ങനെ തുറന്ന് വയ്ക്കുക. ഈ പീസ് വരുന്നതാണ് നല്ല വശം. അപ്പം നല്ല വശം ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് നടുക്കത്തെ പോയിൻറ്റും ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റും ഒരേപോലെ വെക്കുക. പൊട്ടിക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് നടുക്കൂന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തരാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്തുക. ഈ തയ്യൽ തുമ്പ് എപ്പോഴും മേപ്പോട്ടാക്കി വയ്ക്കുക. ബാക്ക് സൈഡിലേക്കാക്കി വയ്ക്കണം. അങ്ങനെ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. നമ്മൾ അത്രയാണ് ജോയിൻ ചെയ്യാനായിട്ട് വിടുന്നത്. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ പിടിച്ച് നോക്കുക. അളവ് കറക്റ്റാണോ അല്ലയോ എന്ന്. ഇതുണ്ട്, അളവ് കറക്റ്റാണ്. ഇങ്ങനെ വളച്ച് വരുമ്പോൾ അത് കറക്റ്റാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അത് കറക്റ്റാണ്. എന്താ എന്നിട്ട് നമ്മൾ അപ്പുറത്തെ വശം തയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ആദ്യം തയ്യൽ ഇട്ടെടുക്കുന്ന ഒരു ഇഞ്ച് അങ്ങോട്ട് ഊരി വിടുക. അത് ആദ്യം തയ്ച്ച് തുടങ്ങിയെടുക്കുന്നത് ഇത്തിരി, അതായത് അവിടെ കെട്ടിട്ട് തയ്യൽ തുടങ്ങരുത്. ജസ്റ്റ് വെറുതെ തയ്ച്ച് തുടങ്ങാവും. അത് വന്നിട്ട് ഇത്തിരി ഇങ്ങനെ ഊരി വിടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇങ്ങനെ മുള്ളു പോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഊരി വെച്ചിട്ട് തയ്ച്ച് തുടങ്ങണേ. ഊരി വെച്ചിട്ട് ഇത്തിരി ഒരു 1-1.5 ഇഞ്ച് ഊരി വിട്ടിട്ട് കുറച്ചുകൂടെ താഴേന്ന് ജോയിൻ്റ് ചെയ്ത് തുടങ്ങുക ഈ പീസ്. നമ്മൾ ബാക്ക് വശവും ഇതോട്ട് ജോയിൻ്റ് ചെയ്ത് തയ്ച്ച് പോവുക.
ഓവർലോക്ക് മെഷീൻ എൻ്റെ മോൻ നന്നാക്കിക്കൊണ്ടിരിപ്പുണ്ട്. അത് ശരിയായി കഴിഞ്ഞിട്ട് വേണം ഓവർലോക്ക് ചെയ്യാൻ. അതിൽ നൂല് പൊട്ടി പൊട്ടി പോകണം. അതെന്താണെന്ന് നോക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കൈ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ നടുക്കൂന്നല്ലേ തുടങ്ങി, ഇനി നമുക്ക് ഒരു അറ്റത്തൂന്ന് തന്നെ തുടങ്ങിയിട്ട് ഒരു ഫുൾ റൗണ്ടായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട് സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇടുന്നതാണ് നല്ലത്. സ്ലീവ് ജോയിൻ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടുന്ന് സ്ലീവിൻ്റെ എൻഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് സ്റ്റിച്ചിട്ട് വരാം. സ്റ്റിച്ചിട്ട് അവിടം വരെ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലിറ്റ് തുടങ്ങുന്ന 20 ഇഞ്ച് അവിടെ. അപ്പോൾ അവിടെ നമ്മളത് ഇങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പ്, ഇതാണ് നമ്മളെ സ്ലിറ്റ്. ഇവിടുന്ന് ഈ 1 ഇഞ്ചാണ് നമ്മൾ ഇട്ടേക്കുന്ന തയ്യൽ തുമ്പ്. ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ വരെ ഇങ്ങനെ ഉണ്ടോന്ന് തയ്ച്ച് നിർത്തുക. കൈ തുടങ്ങുന്നിടത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് ഒരേപോലെ വരണം. അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ ഭംഗി ഉണ്ടാകത്തില്ല. ഇത് ഒരുമിച്ച് വരാൻ വേണം. ഇതിങ്ങനെ രണ്ടും മേപ്പോട്ട് തന്നെ വെക്കണം. തയ്യൽ തുമ്പ് രണ്ടും മേപ്പോട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം തയ്ച്ചു പോകാൻ. നമ്മളിവിടെ വിട്ടേക്കുന്ന ലൂസ് എന്ന് പറയുന്നത് 1.5 ഇഞ്ച്. അപ്പോൾ ആ 1.5 ഇഞ്ച് കൂടെ തയ്ച്ചു പോകണം. ഇതിങ്ങനെ തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തണം. ഈ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തണം. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമുക്ക് ബാക്കിലേക്ക് തയ്ക്കാം. ബാക്കിലേക്ക് ഇതാക്കിയിട്ട് പിന്നെ നമുക്ക് അതായത് ആ തയ്യൽ പിന്നെ ഊരിപ്പോവാതിരിക്കാൻ നമ്മൾ 2-3 സ്റ്റിച്ചിട്ട് നിർത്തും. എന്നിട്ട് നമ്മൾ മാറ്റും. ഇനി സ്ലിറ്റും കൂടെ അടിച്ചാൽ നമ്മളെ തയ്യൽ കഴിയും. പ്രധാനമായിട്ടുള്ള സ്ലിറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതിപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനിങ്ങനെ 2 പീസ് ഇങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒരു 4 ഇഞ്ച് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. സ്ട്രൈറ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡ് ഇതേപോലെ തയ്ക്കുക. ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു മടക്കി ഇങ്ങനെ തയ്ക്കുക. 4 ഇഞ്ച് മടക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ അരികെ കൂടെ തയ്ക്കണം. എല്ലായിടും ഒരേപോലെ ഇരിക്കണം. അല്ലെങ്കിൽ സ്ലിറ്റ് കാണാൻ ഭംഗി ഉണ്ടാകത്തില്ല. എന്നിട്ട് അരികെ കൂടെ തയ്ച്ചു കൊടുക്കുക. എല്ലായിടും ഒരേ വീതി ആയിരിക്കണം. ഇവിടെ എത്തുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ അരികെ വരെ ഇങ്ങനെ തയ്ച്ചു കൊണ്ടുവന്നിട്ട് ഈ പോയിൻറ്റിൻ്റെ നേരെ, അതായത് നമ്മൾ ആ തയ്ച്ച് ആ കൂർപ്പിച്ച് നിൽക്കുന്ന ആ പോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ഒരു ലൈനായിട്ട് തയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇതേോട്ട് ഇങ്ങനെ പറ്റ തയ്ച്ചു പോവുക. ഇങ്ങനെ ചരിവൊന്നും വരരുത്. അതിന് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് 1/2 ഇഞ്ച് കൃത്യമായിട്ട് ഇങ്ങനെ മടക്കി നിർത്തി കൊടുക്കണം. നല്ല പെർഫെക്റ്റായിട്ട് വരും. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമ്മൾ സ്റ്റാൻഡ് പൊക്കിയിട്ട് തുണി ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ട്രൈറ്റായിട്ടൊരു ലൈൻ ഇങ്ങനെ തയ്ച്ച് വിടുക. എന്നിട്ട് അത് ഈ തുണിയുടെ അറ്റം വരെ കൊണ്ടുവന്ന് ഈ അറ്റത്ത് ഇങ്ങനെ കുത്തി നിർത്തുക. എന്നിട്ട് വീണ്ടും കുത്തി നിർത്തിയിട്ട് സൂചി അനങ്ങരുത്. സ്റ്റാൻഡ് മാത്രം പൊക്കിയിട്ട് നമ്മൾ തുണി ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. തിരിച്ചിട്ട് സ്റ്റാൻഡ് താത്താം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പീസ് ഇങ്ങനെ പിടിച്ചിട്ട് വീണ്ടും ഈ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൃത്യമാക്കി കൊടുക്കുക. ആദ്യത്തെ തയ്യൽ അത്ര പെർഫെക്റ്റായിട്ട് അരികെ കൂടെ ഒന്നുമല്ല. ആ തയ്യൽ നമുക്ക് പുറത്തുനിന്ന് കാണത്തില്ല. പക്ഷേ ഈ ഇടുന്ന തയ്യൽ നല്ല പെർഫെക്റ്റായിട്ട് ഇടണം. എല്ലായിടും ഒരേ രീതിയായിരിക്കണം. പക്ക അരികിന് വെച്ചിട്ട് വേണം തയ്ക്കുക. എന്താ ഇങ്ങനെ വെച്ചോണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ വരെ തയ്ക്കുക. എന്നിട്ട് വീണ്ടും നിർത്തിയിട്ട് വീണ്ടും ഇങ്ങനെ ആ കറക്റ്റ് എല്ലായിടും ഒരേ രീതിയായിരിക്കണം. ഇതിങ്ങനെ ഇരിക്കും. കണ്ട ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇവിടെ കണ്ട ഈ എൻ്റെ ഉണ്ടാവും. നല്ല നീറ്റായിട്ട് വന്നുണ്ട്. ഇങ്ങനെ വരണം. അതേപോലെ അപ്പുറത്തെ വശവും ചെയ്യാം. ഞാൻ സ്ലിറ്റ് തയ്ച്ച് തീർന്നിട്ടുണ്ട് 2 സൈഡും. ഇനി നമ്മൾ ചുരിദാറിൻ്റെ അടിഭാഗമാണിത്. ഇവിടെ നമ്മൾ ഒരു 4 ഇഞ്ച് ഇതോട്ട് തയ്ക്കുക.
4 ഇഞ്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് 1/2 ഇഞ്ച് മടക്കുക. നമ്മുടെ സ്ലിറ്റ് തയ്ച്ചതുപോലെ തന്നെ ആ സ്ലിറ്റിൻ്റെ അതേ വീതിക്ക് നമ്മൾ താഴെയും വിടുക. നമ്മൾ 1.5 ഇഞ്ചാണ് വിട്ടത്, അത് കറക്റ്റാവും. ഇനി കെട്ടിട്ട് നോക്കാം. കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെമ്മിങ് മാത്രം ചെയ്താൽ മതി. ഇത് ഇനി ഇതിനകത്ത് ചെയ്യാനുള്ള എന്താ വെച്ചാൽ അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബട്ടൺ വെച്ച് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് പിടിച്ചൊരു ബട്ടൺ വെച്ച് കൊടുക്കണം. അപ്പോൾ കൈയുടെ പരിപാടി കഴിയും. പിന്നെ 2 കൈയിലും ആദ്യം ചെയ്യണം. പിന്നെ ഈ ബാക്കിലെ നെക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യണം. ഇത് മാത്രമേ ഇനിയിപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളൂ. ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു. ഇത് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞു. ഇത് ഫുള്ള് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ മുതൽ 8.5 ടു 16.5 വരെ, 16.5 ഇവിടെ 16.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ 16.5 ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഇവിടുന്ന് 16.5 മുതൽ 8.5 മുതൽ 16.5 വരെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒരു ടക്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ 8.5 മുതൽ 16.5 വരെ ഇങ്ങനെ ഒരു ഇതിങ്ങനെയാണ് ഷേപ്പ് കൊടുക്കുക. ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഒരു ടക്സ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് ഫിനിഷ് ആവും. ആ ടക്സ് മാത്രമേ ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. ഇതേ ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇത് നമ്മുടെ കൈ ഡ്രസ്സ് ഫുള്ള് ഫിനിഷായി. ഇത് കണ്ട നെക്ക്, ബാക്കിലെ നെക്ക് ഫുള്ള് ഡ്രസ്സ് ഫുള്ള് ഫിനിഷായിട്ടുണ്ട്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.